ഹലോ. നമ്മള് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡെറ്റർ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ഇനി അടുത്ത നമ്മുടെ ഒരു ടാർജറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഡെറ്റർ സിസ്റ്റത്തിലെ ഈ ഒരു വീഡിയോയിൽ ഡെറ്റർ സിസ്റ്റത്തിന്റെ തിയറി പാർട്ടും അടുത്ത 2 വീഡിയോകളിലായിട്ട് പ്രോബ്ലം അതുപോലെ തന്നെ ജേണൽ എൻട്രീസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഡെറ്റർ സിസ്റ്റത്തിലേക്ക് പോവുക. ഡെറ്റർ സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള ഒരു ബന്ധം ഏത് രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്? ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ എന്ന രീതിയിലാണ്. ആരായിരിക്കും ഡെറ്റർ? ഐറ്റം വാങ്ങുന്ന ആളായിരിക്കും ഡെറ്റർ. അപ്പൊ ബ്രാഞ്ച് ആയിരിക്കും ഇവിടെ എന്ത്? ഡെറ്റർ. അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് എന്തായിരിക്കും? ക്രെഡിറ്ററും ആയിരിക്കും. ബ്രാഞ്ച് ട്രീറ്റ്സ് ഇറ്റ്സ് HO. ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് എന്ത് ചെയ്യും? ക്രെഡിറ്റർ ആയിട്ടും. ഹെഡ് ഓഫീസ് ട്രീറ്റ്സ് ബ്രാഞ്ചിനെ ഹെഡ് ഓഫീസ് ഡെറ്റർ ആയിട്ടുമാണ് എന്ത് ചെയ്യുക? പരിഗണിക്കുക. വാങ്ങുന്ന ആള് ഡെറ്ററും വിൽക്കുന്ന ആള് ക്രെഡിറ്ററും ആണല്ലോ ഉണ്ടാവുക സാഹചര്യം. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് HO പ്രിപ്പയർ ഓൺലി വൺ അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആകെ ഒരു അക്കൗണ്ട് മെയിൻ അക്കൗണ്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. അത് ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ടിന്റെ പേരാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് പോലെയാണ്. അതിൽ നമ്മൾ പ്രോഫിറ്റും ലോസും ആണ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഡെറ്റർ സിസ്റ്റം എന്താന്ന് പറഞ്ഞു, ബ്രാഞ്ച് അക്കൗണ്ട് എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ഗുഡ്സ് എന്ത് ചെയ്യാം? സെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഒന്ന് കോസ്റ്റ് പ്രൈസിൽ എന്താണോ ഓണർ ഹെഡ് ഓഫീസിന് എന്ത് ചെലവാണോ, ഹെഡ് ഓഫീസിന് വരുന്ന എന്ത് ചെലവാണോ ഒരു ഗുഡ്സിനുള്ളത്, ആ എമൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്ത് പോയി ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കോസ്റ്റ് പ്രൈസ് മെത്തേഡും. ഹെഡ് ഓഫീസിന് കിട്ടുന്ന കോസ്റ്റും അതിന്റെ പ്രൈസും ബ്രാഞ്ച് മാനേജർമാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ആ കോസ്റ്റിന്റെ കൂടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോഡിംഗ് എമൗണ്ട്, പ്രോഫിറ്റ് എന്ന് പറയാൻ പാടില്ല, ലോഡിംഗ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു മാർക്കപ്പ് എമൗണ്ട് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്നും പറയും. ഇതാകെ പ്യൂർലി ഗുഡ്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉള്ള ഒരു കാൽക്കുലേഷൻ ആണ് പറഞ്ഞത്. പ്രൈസ് കോസ്റ്റ് പ്രൈസിലും ഉണ്ടാവാം, അതുപോലെ തന്നെ എന്ത് പ്രൈസിലും ഉണ്ടാവാം, ഇൻവോയ്സ് പ്രൈസിലും വന്നേക്കാം. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഡെറ്റർ സിസ്റ്റത്തില് കോസ്റ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഡെറ്റർ സിസ്റ്റത്തിൽ തന്നെ ഇൻവോയ്സ് പ്രൈസും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഞാൻ പറഞ്ഞു. അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് കോസ്റ്റ് ബൈ അറ്റ് കോസ്റ്റിലാണ് പ്രിപ്പയർ ഗുഡ്സ് സെൻഡ് ചെയ്യുക. ഇവിടെ പ്രോഫിറ്റ് എന്ത് ചെയ്യൂല? ആ പ്രൈസിലേക്ക് ആഡ് ചെയ്യൂല. എന്തിനാണ് ഈ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രൈസ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രീസിലേക്ക് പോവാം. ജേണൽ എൻട്രീസ് ഹെഡ് ഓഫീസിന്റെ ബുക്കിലെ ജേണൽ എൻട്രീസ് ഉണ്ടാവുള്ളൂ. കാരണം എന്താ? കാരണം ഹെഡ് ഓഫീസാണ് ഇവിടെ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ അക്കൗണ്ട്സ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ജേണൽ എൻട്രീസ് മനസ്സിലാക്കണം. ഓക്കെ, ഓരോ സമയത്തുള്ള ജേണൽ എൻട്രി ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസസ്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്താണ് ജേണൽ എൻട്രി എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ചിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ബ്രാഞ്ചിന് വല്ലതും കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡ്. ഇനി ബ്രാഞ്ചിൽ നിന്നും വല്ലതും പോവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ബ്രാഞ്ചിന് എന്തെങ്കിലും ബാധ്യത വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ചിന്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണോ ബ്രാഞ്ചിലേക്ക് വരുന്ന ഐറ്റംസുകൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, ബ്രാഞ്ചിൽ നിന്നും എന്തൊക്കെ പോകുന്നുണ്ടോ അത് ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. ബ്രാഞ്ചിന് അസറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഓരോ അസറ്റുകളും നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രിയുടെ ഉദ്ദേശം. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഓരോ
പിന്നെ അസറ്റുകളും കൊണ്ടുവരും. ഇനി ലയബിലിറ്റി ആണെങ്കിൽ ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലയബിലിറ്റി? അപ്പൊ ബ്രാഞ്ചിന് ഒരു കിട്ടുന്നില്ല. ബ്രാഞ്ചിന് ലയബിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് എല്ലാ ബാധ്യതകളും വെച്ചു കൊടുത്തിട്ട് എനിക്ക് ഞാൻ കുറെ തിന്നണെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോ ബ്രാഞ്ചിന് ലയബിലിറ്റി കിട്ടുക എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഓപ്പോസിറ്റ്. ബ്രാഞ്ച് ലയബിലിറ്റി ടു ബ്രാഞ്ച് അക്കൗണ്ട് വരും. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. നെക്സ്റ്റ്, അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യും. ഇവിടെ ഹെഡ് ഓഫീസിന് എന്ത് ചെയ്യാണ്? ഗുഡ്സ് ലഭിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യണം. താഴെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ് വരുന്നത്. ഇനി ഗുഡ്സ് റിട്ടേൺ ചെയ്തു, നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ലോജിക്ക് വെച്ച് നോക്കൂ. ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ് ഹെഡ് ഓഫീസ്. അപ്പൊ ഹെഡ് ഓഫീസിന് കിട്ടുകയാണോ പോവാണോ? ഹെഡ് ഓഫീസിൽ നിന്ന് പോവാണ്. അതുകൊണ്ട് ബ്രാഞ്ചിന് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ടു. ഇനി ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ചെറിയ പെറ്റി ക്യാഷുകളൊക്കെ എന്ത് ചെയ്യുക? കൊടുക്കുകയാണെങ്കിൽ ഇത് കിട്ടുകയാണ് ബ്രാഞ്ചിന്. ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബ്രാഞ്ചിന് കിട്ടുകയല്ലേ? അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ട് ടു ക്യാഷ് എന്ന വരിക. എക്സ്പെൻസസിന്റെ പേര് എഴുതൂല, ക്യാഷ് ഓർ ബാങ്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും എഴുതുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്. ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് ആർക്ക് കിട്ടി? ഹെഡ് ഓഫീസ്. അപ്പൊ ബ്രാഞ്ചിൽ നിന്നും എന്ത് ചെയ്യാണ്? ക്യാഷ് പോവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ. ഇനി ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി ആണ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ ലെഡ്ജർ ഇട്ടിരുന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തായിരുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ടു ബ്രാഞ്ച് സ്റ്റോക്ക് ക്യാഷ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് നേരെ തിരിച്ച് എൻട്രി. ലയബിലിറ്റീസിനും അതുപോലെ തന്നെ തിരിച്ച് എൻട്രി ആണ് എന്ത് ചെയ്യുക? ക്ലോസിംഗ് ബാലൻസിന് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ടു ജനറൽ പി ആൻഡ് എൽ. അതുപോലെ തന്നെ ഗുഡ്സ് ബാലൻസ് വരുന്നത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ബാലൻസ് വരും. ആ ബാലൻസ് എന്ത് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ജേണൽ എൻട്രി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ലെഡ്ജറും കൂടെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്യുന്ന പ്രോബ്ലംസ് 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ നോക്കാം എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ. ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ അതിന്റെ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും ചെയ്യാം. ആദ്യം നോക്കാം, നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഓപ്പണിംഗ് ബാലൻസസ് ഓരോന്നും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇതൊക്കെ എന്താണ്? അസറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. ഇനി ഇതേപോലെ ലയബിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും ലയബിലിറ്റി എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ഉള്ള രീതിയിൽ. സാധാരണ അസറ്റ് ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? അസറ്റ് സൈഡിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഇത്. അതേ രീതി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഓപ്പണിംഗ് ബാലൻസ് അതിന് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ ബാക്കിയൊക്കെ പിന്നീട് പറയാം. ആദ്യം ക്ലോസിംഗ് ബാലൻസിന്റെ കാര്യം നമ്മളൊന്ന് ക്ലിയർ ചെയ്യാം. ക്ലോസിംഗ് ബാലൻസ് ആണെങ്കിൽ ഈ ഓപ്പണിംഗ് ബാലൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എന്ത് ചെയ്യുക? ഈ സൈഡിൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അതാണ് ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതി. ഏതിൻ്റെത്? അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതി. ഇനി ലയബിലിറ്റി ഇവിടെ അല്ലേ എഴുതിയത്? അതുകൊണ്ട് ലയബിലിറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിന് കിട്ടില്ലേ? അപ്പൊ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടി വരിക. അത് നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ്. ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ്. അപ്പൊ ബ്രാഞ്ചിൽ നിന്ന് പോവാണ്. അപ്പൊ ബ്രാഞ്ചിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി എന്താണ് നമ്മൾ അടുത്ത ചെയ്യുന്നത്? ക്യാഷ് സെൻഡ് ടു ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ ക്യാഷ് ഹെഡ് ഓഫീസിന് എന്ത് ചെയ്യാണ്? കിട്ടുകയാണ്. എക്സ്പെൻസസിനുള്ള ക്യാഷ് അല്ലെങ്കിൽ പെറ്റി ക്യാഷ്. 2 രീതിയിൽ ക്യാഷ് കൊടുക്കുക. ഒന്ന് പെറ്റി ക്യാഷ് ആയിട്ട് കൊടുക്കുക. അതായത് ചെറിയ ചെറിയ അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി ഹെഡ് ഓഫീസിന് എമൗണ്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ ബ്രാഞ്ചിന്റെ എക്സ്പെൻസസ് എന്താണോ ആ എക്സ്പെൻസസ് ഹെഡ് ഓഫീസ് മീറ്റ് ചെയ്യും. എങ്ങനെയായാലും അത് ഇവിടെ എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസിൽ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ടിൽ മെയിൻ ചെയ്യണം. ഇനി അത് തിരിച്ച് ഹെഡ് ഓഫീസ് ക്യാഷ് തിരിച്ചു കൊടുക്കാണ്. മീൻസ് ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതും ക്യാഷ് സെയിൽസും ഒക്കെ ഉണ്ടാവും. അത്തരം ഡാറ്റകൾ എന്ത് ചെയ്യാണ്? ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ നിന്നും എമൗണ്ട് പോവാണ്, ഹെഡ് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ബ്രാഞ്ചിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ബാലൻസിങ് ഫിഗർ ടോട്ടലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡിൽ വരും, ലോസ് ആണെങ്കിൽ ഈ ക്രെഡിറ്റ് സൈഡിലും വരും. ആ രീതിയിലാണ് ഇതിന്റെ കാൽക്കുലേഷൻ. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ ഡെറ്റർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള ജേണൽ എൻട്രി അതുപോലെ ലെഡ്ജർ ഒക്കെ ചെയ്യേണ്ട രീതി.
ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഞാൻ തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.